ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായിട്ടുള്ള B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ വിന്യസിച്ച വാർത്തകൾ പുറത്തുവരുന്നത് ഈ സാഹചര്യത്തിലാണ്. യുദ്ധത്തിൻ്റെ അതീവ നിർണായകമായ ഘട്ടങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്ന ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ശത്രുവിൻ്റെ പ്രതിരോധത്തെ പൂർണ്ണമായിട്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇറാന്റെ ഭൂഗർഭ അറകളിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ആണവ പരീക്ഷണ കേന്ദ്രങ്ങളും തകർക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്ത ഈ ഒരു നീക്കം പുറം ലോകം അറിയുന്നത് മിലിറ്ററി എയർ ട്രാക്കിംഗ് അലയൻസിലെ 30ഓളം ഓപ്പൺ സോഴ്സ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളിലൂടെയാണ്. തുടക്കത്തിൽ ഈ നീക്കം രഹസ്യമായി വെക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും ആകാശത്തെ അദൃശ്യ ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 4 B2 സ്പിരിറ്റ് വിമാനങ്ങൾ ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളായതായി പിന്നീട് US പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിച്ചു. ദൗത്യത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ ലോകത്തിലെ ഏറ്റവും ആധുനികവും ചെലവേറിയതുമായിട്ടുള്ള ഈ യുദ്ധവിമാനങ്ങളുടെ പ്രകടശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ സജീവമായിരിക്കുകയാണ്. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളെ ലോകത്തെ മറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവയുടെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ്. ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ പൂർണ്ണമായി വെട്ടിച്ച് അതിർത്തി കടക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ അതിശയിപ്പിക്കുന്ന കൃത്യതയോടുകൂടി ബോംബിടാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കും. റഡാർ സ്ക്രീനുകളിൽ ഒരു ചെറിയ പക്ഷിയുടെ വലിപ്പം മാത്രമാണ് ഇവ കാണിക്കുക എന്നത് ഈ വിമാനത്തെ അജേയമാക്കുന്നു. നിലവിൽ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ഈ ബോംബറിനെ തിരിച്ചറിയാനുള്ള സാങ്കേതികവിദ്യ ഇല്ല എന്നത് അമേരിക്കയുടെ സൈനിക മേധാവിത്വം അത് ഉറപ്പിക്കുന്നു. 10,000-ലധികം കിലോമീറ്ററുകൾ ഇന്ധനം നിറയ്ക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ വിമാനം ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവും ഉള്ളതിനാൽ തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആക്രമണം നടത്താനായിട്ട് ശേഷിയുള്ളതാണ്. ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ ഭൂരിഭാഗവും അതീവ സുരക്ഷിതമായ ഭൂഗർഭ അറകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ ഇത്തരം കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയില്ല. ഇവിടെയാണ് അമേരിക്കയുടെ GBU-57 എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രസക്തി ശ്രദ്ധേയമാകുന്നത്. 15 ടണ്ണോളം ഭാരമുള്ള ഈ ഭീമൻ ബോംബുകൾ വഹിക്കാൻ B2 ബോംബറുകൾക്ക് മാത്രമേ സാധിക്കൂ. 20 അടി നീളമുള്ള ഈ ബോംബുകൾക്ക് എത്ര ശക്തമായ കോൺക്രീറ്റ് കവചത്തെയും തുളച്ചു കയറി ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട്. ഇറാന്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളെയും ഗവേഷണശാലകളെയും ഒക്കെ തന്നെ തകർക്കാൻ അമേരിക്ക ഈ മാരകായുധമാണ് ഉപയോഗിച്ചത്. നിലവിലെ സംഘർഷത്തിന് പിന്നിൽ ദീർഘകാലമായിട്ടുള്ള രാഷ്ട്രീയ തർക്കങ്ങളുണ്ട്. ഇറാന്റെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് മുൻപ് ട്രംപ് ഭരണകൂടം നൽകിയ മുന്നറിയിപ്പുകൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാകുന്നു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ B2 ബോംബറുകൾ ഉപയോഗിക്കുമെന്ന് മുൻപ് ഭീഷണി ഉയർത്തിയിരുന്നു. 2025 ജൂണിൽ നടന്ന സംഘർഷങ്ങളിൽ ഇറാന്റെ ചില ആണവ നിലയങ്ങൾ തകർത്തതായിട്ട് US അവകാശപ്പെട്ടിരുന്നുവെങ്കിലും രഹസ്യമായി കൂടുതൽ കേന്ദ്രങ്ങൾ ഇറാൻ നിർമ്മിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ആക്രമണം നടന്നത്. ഹമാസ് നേതാവ് ഹനിയയുടെ മരണശേഷം മേഖലയിൽ ഉടലെടുത്ത അസ്ഥിരത ഇറാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനായിട്ട് അമേരിക്കയെ പ്രേരിപ്പിക്കുകയായിരുന്നു. അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ ഇറാന്റെ 9ഓളം യുദ്ധക്കപ്പലുകളും പ്രധാന മിസൈൽ കേന്ദ്രങ്ങളും തകർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് മറുപടി എന്നോണം സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്ര കേന്ദ്രത്തിൽ ഇറാൻ നടത്തിയ ആക്രമണം അത് വൻ തീപിടുത്തത്തിന് കാരണമായി മാറി. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഈ വിവരം സ്ഥിരീകരിക്കുകയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യുന്നുണ്ട്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ഇപ്പോൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രിമാരുടെ വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന യോഗം മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കർശന നടപടികൾക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുകയാണ്.